സിറിയക്കെതിരായ ഉപരോധം നീക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദിയുമായി ഏറ്റവും വലിയ ആയുധ കരാറിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തുന്നു എന്നുള്ള വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര. അതെ മധു, ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ അല്ലേ? അപ്പോൾ ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഒരുപാട് ചർച്ചയാകുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക കാരണങ്ങൾ ചർച്ചയാവാറില്ല. ആയുധ വിപണിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ സൗദിയുമായി ഏറ്റവും വലിയ ആയുധ കരാറിലാണ് അമേരിക്ക ഒപ്പുവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സിറിയക്കെതിരായ ഉപരോധം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ചർച്ചയുണ്ടാകും. ഈ സാമ്പത്തിക കാര്യങ്ങൾക്കപ്പുറമായി അവിടെ പോയിട്ടും ഇസ്രയേലിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ഒപ്പം തന്നെ മൂന്നാമത്തെ തവണയും ട്രംപ് ഒരു യു ടേൺ എടുത്ത് ഞാൻ അടിപൊളിയാണ്, കിടിലമാണ്, ഗംഭീരമാണ്, ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ പ്രവർത്തിച്ചത് ഞാനാണ് എന്നൊരു പ്രസ്താവനയും ഉണ്ടായിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രവിത, ഈ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ആയുധ വിപണിക്ക് എല്ലാ കാലത്തും വലിയ സ്വാധീനമുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ. ഇന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ, അതായത് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പല സുപ്രധാന തീരുമാനങ്ങളുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൗദി പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. സിറിയക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധം നീക്കം ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റിന്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഈ ഉപരോധങ്ങൾ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൽ ഖയ്ദയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം വിച്ഛേദിച്ചതിന് ശേഷം അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധത്തിന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഉപരോധങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ ടർക്കിഷ് പ്രസിഡന്റ് തയ്യിപ് എർദോഗാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. സിറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ ഉപരോധം നീക്കുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. ഇതിന്റെ തുടർ നടപടികൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കുകയും ചെയ്യും. ട്രംപിന്റെ തീരുമാനത്തെ സിറിയൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. സിറിയയുടെ പുനർനിർമ്മാണത്തിന് ഈ തീരുമാനം ഏറെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനായി മുൻകൈയെടുത്ത സൗദി ഭരണകൂടത്തിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടത്തിനാണ് സൗദിയുമായി ധാരണയായിരിക്കുന്നത്. $142 ബില്യൺ വിലമതിക്കുന്ന അത്യാധുനിക ആയുധങ്ങൾ ഈ കരാർ ഒപ്പിടുന്നതോടെ സൗദിക്ക് ലഭിച്ചു തുടങ്ങും. അതേസമയം ഡൊണാൾഡ് ട്രംപ് പകരം $600 ബില്യൺ നിക്ഷേപം അമേരിക്കയിൽ സൗദി നടത്തും എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടും ഉണ്ട്. അതുപോലെ കാനഡയിൽ നിന്നുള്ള വാർത്ത, മാർക്കാനയുടെ പുതിയ ക്യാബിനറ്റിൽ ഇന്ത്യൻ വംശജരായ അനിത ആനന്ദും മനീന്ദർ സിദ്ധുവും സുപ്രധാന പദവികളിലേക്ക് വരികയാണ്. വിദേശകാര്യ വകുപ്പാണ് അനിതയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ മനീന്ദറിന് ഇന്റർനാഷണൽ ട്രേഡുമായിരിക്കും ലഭിക്കുന്നത്. പ്രവിത, ക്രിസ്റ്റീന.